ഹലോ, ഇത് ഇന്നലെ നമ്മൾ നടത്തിയ നിമിയുടെ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷനാണ്. സോ നമ്മൾ ഇന്നലെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നിമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. അതിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 25 ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഇനി ആ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ഓപ്ഷൻ മാത്രമേ കറക്റ്റായിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ പോയിട്ട് മറ്റ് 3 ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഒരു ഡിസ്കഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ ജമ്പ് ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്, പിശകുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴിതൊരു കൺഫ്യൂഷൻ വന്നേക്കാം. സോ ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ബാക്കി ക്വസ്റ്റ്യൻസും പറഞ്ഞുതരാം. സോ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/am എന്നാണ് ഇങ്ങനെ വായിക്കാൻ പറ്റുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അങ്ങനെ വായിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 1/a⁻m. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തരേണ്ടിയിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 1/am എന്നാണ് കിടക്കുന്നത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി എടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. 1/a⁻m ആണ് തന്നേക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. സോ 1/a⁻m ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ 1/a⁻mന് ഈ 1/1/a⁻m എന്നാണ് കിടക്കുന്നത്. ഈ a⁻m ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഓക്കെ, ഈ 1/a⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ, അതായത് ഛേദത്തിലാണ് കിടക്കുന്നത്. അതിനെ മേളിലോട്ട് കൊണ്ടുപോകുമ്പം a⁻m ആവും, a⁻m ആകും. സോ അതാണ് നമ്മുടെ ആൻസർ. അതുകൊണ്ടാണ് ബി കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. a⁻m ആണ് അവിടെ, a-m അല്ല, a⁻m ആണ്. അത് ഈ ടൈപ്പ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ ഒരു പിശകാണത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഫോർമുലകളുണ്ട്. ഇത് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. ഓൾജിബ്ര ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഫോർമുലകളുണ്ട്. ആ ഫോർമുലകളെല്ലാം പഠിക്കണം. ആ ഫോർമുലകളെല്ലാം ഞാനിവിടെ ഇപ്പോൾ എഴുതിത്തരാം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോർമുലകൾ. ഇത് പവേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ആൾജിബ്ര ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പവേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അകത്ത് നിന്നാണ് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് നോട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ ഇതൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് പോയിട്ടുമുണ്ട്. ഓടിച്ചല്ല, നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫോർമുല കാണാൻ സാധിക്കും. ആദ്യത്തെ ഫോർമുല ഏറ്റവും മുകളിൽ നോക്കുക, a⁻m × a⁻n. a⁻m എന്ന് പറയുന്ന പവറിനെയും a⁻n എന്ന് പറയുന്ന പവറിനെയും ഗുണിക്കണമെങ്കിൽ a⁻m + n ചെയ്താൽ മതി. അതിൻ്റെ ഡിഗ്രീസ്, ഈ എമ്മും എന്നും എന്നൊക്കെ പറയുന്നത്, ഈ a⁻m എന്ന് പറയുമ്പോൾ അതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എന്ന് പറയും, എമ്മിന് നമ്മൾ പവർ എന്ന് പറയാം, അതുപോലെ തന്നെ ഡിഗ്രി എന്ന് പറയാം, ഇൻഡീസ് എന്ന് പറയാം, എക്സ്പോണൻ്റ് എന്ന് പറയാം. ഇങ്ങനെ കുറേ വാക്കുണ്ട്. ഇതെല്ലാം അതിൻ്റെ അകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലുള്ള പവറുകൾ മാത്രം കൂട്ടിയാൽ മതി. a⁻m + n, അതായത് a⁻5 × a⁻2 ചെയ്യുന്നതിന് പകരം a⁻5 + 2 എത്ര ചെയ്താൽ മതി? a⁻7 ചെയ്താൽ മതി. a⁻5 × a⁻2 അല്ലെങ്കിൽ a⁻5 × a⁻2 ചെയ്യുന്നതിന് പകരം a⁻5 + 2 7 ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m / a⁻n a⁻m - n. മൂന്നാമത്തെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3. സോ ഏറ്റവും മുകളിലും താഴോട്ടാണ് നോക്കേണ്ടത്. a⁻m⁴n. സോ ഞാൻ നമ്പർ ഇട്ടുതരാം, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും. ഇതാണ് ഒന്നാമത്തത്, ഇതാണ് രണ്ടാമത്തത്, ഇതാണ് മൂന്നാമത്തത്. a⁻m⁴n. a⁻m⁴n = a⁻mn. അതായത് a³ സ്ക്വയർ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അതായത് a⁻3 2. a⁻3 2 കണ്ടുപിടിക്കണമെങ്കിൽ a⁻3 × 2 എത്ര കണ്ടുപിടിച്ചാൽ മതി? 6 കണ്ടുപിടിച്ചാൽ മതി.
1/a⁻n അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വന്നത്. a⁻−n ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അവസാനമായിട്ട് വരാൻ സാധ്യതയുള്ളത് a⁻1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth റൂട്ട് ഓഫ് a എടുക്കുക. എയുടെ എത്രാമത്തെ റൂട്ട് എടുക്കുക? nth റൂട്ട് എടുക്കുക. സോ ഇത്രയും ഈ 5 ഫോർമുലകൾ. ഇവിടെ 4, ഇത് 5. പവർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് ഈ 5 ഫോർമുലകൾ അറിയുകയും ചെയ്യണം, ഇത് ഉപയോഗിക്കാൻ അറിയണം. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമാണ്, പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ടത് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഫോർ മാൻട്രൽ, ആ വാക്ക് ശ്രദ്ധിക്കുക, മാൻട്രൽ, ഇഫ് ദ ഡെൻസിറ്റി ഈസ് 7.8 gram per centimeter square. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയറോ സെൻറ്റിമീറ്റർ ക്യൂബാണ് വരേണ്ടത് കേട്ടോ. കാരണം ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വരേണ്ടത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ അല്ലെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വരേണ്ടത്, സ്ക്വയറിൽ വരാൻ പാടില്ല. സോ അവിടെ തന്നെ അത് തെറ്റാണ്. ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ₹240 per kilogram. സോ ഇതിനകത്ത് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കഴിഞ്ഞ എക്സാം ഫോളോ ചെയ്ത ആൾക്കാർക്കറിയാം ഞാൻ അതിൻ്റെ അകത്ത് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം. എപ്പോഴും കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. ഈ ഫോർമുല എഴുതിയൊരു ബോക്സിൻ്റെ അകത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഫോർമുല നോട്ട് ചെയ്തെടുത്ത് ഇതൊരു ബോക്സിൻ്റെ അകത്ത് വരച്ച് വയ്ക്കുക. കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു പേന വാങ്ങിക്കാൻ നിങ്ങൾ കടയിൽ പോയെന്ന് വിചാരിക്കുക. നിങ്ങൾ 10 പേന വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ആ 10 പേനയുടെ വില കണക്കാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു പേനയുടെ വില അറിയണം. ഇവിടെ 10 എന്ന് പറയുന്ന നമ്പർ, അതായത് 10 പേനയിലെ ടോട്ടലായിട്ടുള്ള ക്വാണ്ടിറ്റി. സോ അതാണ് അവിടെ ആ എണ്ണമാണ്, പേനയുടെ എണ്ണമാണ് അവിടുത്തെ ക്വാണ്ടിറ്റി ആയിട്ട് വരിക. ഇനി ഒരു പേനയുടെ വിലയാണ് അവിടുത്തെ റേറ്റ് ആയിട്ട് വരിക. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കടയിൽ പോയിട്ട് 10 പേന വാങ്ങിച്ചു, നിങ്ങളുടെ ക്വാണ്ടിറ്റി 10 ആയിരിക്കും. ഒരു പേനയുടെ വില 5 രൂപയാണ്. സോ 10 × 5 എത്ര രൂപയെന്ന് പറയും? 10 പേനയുടെ വില 10 × 5 50 രൂപ. ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നിരക്ക് റേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മാൻട്രലാണ്. മാൻട്രൽ എന്താണെന്ന് നമ്മൾ അടുത്ത് പറയാം, എന്താണെന്ന് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്ത് തരാം. സോ ഇഫ് ദ ഡെൻസിറ്റി ഈസ് 7.8 gram per centimeter cube. സോ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 7.8 gram per centimeter cube. അത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അത് എന്തിനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അടുത്തത് വായിക്കണം. ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് 240 per kilogram. അതാണ് നമ്മുടെ റേറ്റ്. ഈ 240 per kilogram എന്ന് കിടക്കുന്നില്ലേ, അതാണ് നമ്മുടെ റേറ്റ്. അതാണ് ഈ 240 per kilogram ആണ് റേറ്റ്. ഈ റേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നിരക്ക്. ഓരോ കിലോഗ്രാമിന് 240 രൂപ വെച്ചാണ് ചിലവാകുന്നത്. നേരത്തെ ഒരു പേനയ്ക്ക് 5 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ കിലോഗ്രാമിനും 240 രൂപ വെച്ചാണ് ചിലവാകുന്നത്. അതേ സിമിലർ ലോജിക്കാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? വെയിറ്റ് അല്ലെങ്കിൽ മാസിൻ്റെ യൂണിറ്റാണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് അല്ലെങ്കിൽ മാസിൻ്റെ യൂണിറ്റാണ്. സോ അതാണ് നമുക്ക് ക്ലൂ കിട്ടുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ക്ലൂ കിട്ടുന്നത്. ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? മാസ് അല്ലെങ്കിൽ വെയിറ്റ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ക്വാണ്ടിറ്റി നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത്? മാസ്സാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. നേരത്തെ അവിടെ ടോട്ടൽ പേനയുടെ എണ്ണം 10 അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് റേറ്റുമായിട്ട് ഗുണിക്കും എന്ന് കിട്ടുമായിരുന്നുള്ളൂ. ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടുമായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് വരുന്നത് എണ്ണമല്ല, പേനയുടെ എണ്ണമോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മൾ റേറ്റിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? 240 rupees per kilogram ആണ്. സോ ടോട്ടൽ മാസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനെ നമുക്ക് 240 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്സാണ്. ഇവിടുത്തെ ക്വാണ്ടിറ്റി നമുക്ക് എന്താ വരുന്നത്? റേറ്റ് 240 per kilogram. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ റേറ്റിൽ നിന്ന് തന്നെ നമുക്ക് ക്ലൂ കിട്ടും ക്വാണ്ടിറ്റി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. 240 per kilogram. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റാണ്. സോ ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്സാണ്. സോ അവിടെയാണ് പ്രശ്നം വരുന്നത്. മാസ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ മാൻട്രൽ എന്ന് പറയുന്ന എന്ത് സാധനം വരുന്നാലും അതിൻ്റെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? മാസ് കണ്ടുപിടിക്കേണ്ടി വരും. സോ അവിടെയാണ് നമുക്ക് എന്താവശ്യമായിട്ട് വരുന്നത്? ഡെൻസിറ്റി അതിനാണ് തന്നിരിക്കുന്നത്. എന്ത് തന്നിരിക്കുന്നത്? ഡെൻസിറ്റി തന്നിരിക്കുന്നത്. ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം.
ഡെൻസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി. മാസ്സാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി, റേറ്റിൽ നോക്കിയപ്പോൾ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. പക്ഷേ ഡെൻസിറ്റി നമുക്ക് ഡെൻസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. ഡെൻസിറ്റിയിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഡെൻസിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് മാസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഡെൻസിറ്റിയും വോളിയവും അറിയാമെങ്കിൽ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വോളിയം കണ്ടുപിടിക്കാനെന്നുള്ള രീതിയിലാണ് ഇടത് സൈഡിൽ ഒരു ഫിഗർ തന്നിട്ടുള്ളത്, പടവും ഡയമെൻഷൻസ്. നമുക്ക് ഒരു വസ്തുവിൻ്റെ അളവുകൾ അറിയാമെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ ആ അളവുകളാണ് തന്നിരിക്കുന്നത് വോളിയം കണ്ടുപിടിക്കാൻ, അതിനാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞത് ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വാണ്ടിറ്റീൻ്റെ റേറ്റാണ്. റേറ്റ് ഞാൻ പറഞ്ഞു 240 per kilogram ആണ്. ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാസ്സാണ്. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഇടത് സൈഡിൽ എന്ത് തന്നിട്ടുള്ളത്, അളവുകൾ തന്നിട്ടുള്ളത്. ഈ അളവുകൾ തന്നിട്ടുള്ളത് വോളിയം കണ്ടുപിടിക്കാനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി സമം എന്താണ്, ഇത് ആരും ഒരിക്കലും മറന്നു വരുത്. ഈ ഫോർമുല ഒരിക്കലും ആരും മറന്നു വരുത്. ഡെൻസിറ്റി സമം മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി സമം മാസ് ബൈ വോളിയം ആണ്. സോ അവിടെ നിന്ന് മാസ് സമം എന്തെന്ന് കിട്ടും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. സോ അവിടെ മാസ് സമം എന്തെന്ന് കിട്ടും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഇവിടെ ഡെൻസിറ്റി നമുക്കറിയാം, വോളിയം കണ്ടുപിടിച്ചാൽ മതി. വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻസ് പോരാതെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലത് സൈഡിൽ ഈ മാൻഡ്രൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ മാൻഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേപ്പേഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അതായത് ഇവിടെ നോക്കിക്കോളാം, ഈ മേളിൽ വലത് സൈഡിലെ മേളിൽ ഞാൻ ഈ ആരോ ഇട്ടേക്കുന്ന സ്ഥലത്ത് നോക്കിക്കോളാം. അവിടെ ഈ മേൾ ഭാഗത്ത് തന്നെ വണ്ണം കൂടുതലായിരിക്കും. ഈ താഴോട്ട് വരുന്നതോറും ഇതിൻ്റെ ഈ എൻഡിലോട്ട് വരുന്നതോറും, ഇടത് സൈഡിലോട്ട് വന്നിട്ട് ഈ എൻഡിലോട്ട് വരുന്നതോറും ഇതിൻ്റെ വണ്ണം കുറഞ്ഞു വരും. കറക്റ്റ് വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പേഡ് ആയിരിക്കും. എന്തായിരിക്കും? ടേപ്പേഡ് ആയിരിക്കും. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത, അതാണ് ഈ മാൻഡലിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ സാധനമൊക്കെ മതിയാവും. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഈ മാൻഡലിന് ഇങ്ങനെ ഇതിൻ്റെ ഈ വലിയ സൈഡുണ്ടല്ലോ, വലിയ സ്ക്വയർ വരുന്ന സൈഡുണ്ടല്ലോ, അതനുസരിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ മേളിൽ താഴെ ഇടത് സൈഡിലായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, ഈ മാൻഡലിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വേണം. സോ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റില്ല. വോളിയം കണ്ടുപിടിച്ചിരുന്നാൽ മാത്രമേ അതിനെ ഡെൻസിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാസ് കിട്ടുമായിരുന്നുള്ളൂ. ആ മാസ് ഉണ്ടെങ്കിൽ അതിനെ ക്വാണ്ടിറ്റി, അതാണ് നമ്മുടെ ക്വാണ്ടിറ്റി, അതിനെ റേറ്റുമായിട്ട് ഗുണിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, കോസ്റ്റ് കിട്ടുകയുള്ളൂ. സോ ഹൈറ്റ് എന്ന് പറയുന്ന സാധനം ഈ ഫിഗറിൻ്റെ അകത്ത് തന്നിട്ടില്ല. ഹൈറ്റ് എന്ന് പറയുന്ന സാധനം ഈ ഫിഗറിൻ്റെ അകത്ത് തരാത്തത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ വെച്ച് ചെയ്ത് തീർത്തേണ്ടി വരും. കാരണം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. സോ ഞാനിതിനകത്ത് എങ്ങനെയാണ് ഈ ഹൈറ്റ് തന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഹൈറ്റ് തന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ ടേപ്പറിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ശേഷം ഹൈറ്റ് എല്ലാം ഉപയോഗിച്ചിട്ട് വോളിയം കണ്ടുപിടിക്കുമായിരുന്നു. വോളിയം കണ്ടുപിടിച്ചിട്ട് അതിനെ ഡെൻസിറ്റിയുമായിട്ട് ഗുണിക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഈ ഫോർമുല പ്രകാരം മാസ് കിട്ടും. സോ മാസ് സമം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം വോളിയത്തിൻ്റെ എല്ലാ അളവും തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് എല്ലാ അളവും തരും, പേടിക്കണ്ട. വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം ഡെൻസിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, മാസ് കിട്ടും. ആ മാസിനെ റേറ്റുമായിട്ട് ഗുണിച്ച്, മാസാണ് നമ്മളെ ക്വാണ്ടിറ്റി ഇവിടെ, ആ മാസിനെ റേറ്റുമായിട്ട് ഗുണിച്ച്, ഇപ്പോൾ 5 കിലോ കിട്ടുന്നെങ്കിൽ 5 × 240 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, എത്ര വില ടോട്ടൽ ആവശ്യമായിട്ട് വരുമെന്ന് കിട്ടുമായിരുന്നു. സോ അതാണ് കാര്യം. ഇതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വോളിയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ് കംപ്ലീറ്റ് ചെയ്താലേ ക്വാണ്ടിറ്റി ആവുള്ളൂ, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്താലേ കോസ്റ്റ് ആവുള്ളൂ. സോ അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിവർത്തിയില്ലാതെ വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ. സോ വാക്ക് ശ്രദ്ധിച്ചോളൂ, സെമി സർക്കിൾ എന്ന് പറയുന്നത്. സോ സെമി സർക്കിളിൻ്റെ ഏരിയയാണ് വേണ്ടത്. നമുക്കൊരു ഫുൾ സർക്കിളിൻ്റെ ഏരിയ അറിയാം. ഒരു ഫുൾ സർക്കിൾ മുഴുവൻ സെമി സർക്കിൾ, അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ പകുതി സർക്കിളാണ് കേട്ടോ. ഇത്രയും മാത്രമേ വരത്തുള്ളൂ. ഞാൻ ഈ റെഡ് ലൈൻ വരച്ചേക്കുന്ന മേൾ ഭാഗം മാത്രമേ വരത്തുള്ളൂ. ആ പടത്തിന് ഞാൻ റെഡ് ലൈൻ വരച്ചേക്കുന്നില്ലേ, ആ റെഡ് ലൈൻ ഈ സർക്കിളിനെ രണ്ടായിട്ട് തുല്യമായിട്ട് ഭാഗിക്കും.
അതിൽ മേളിലത്തെ ഭാഗം മാത്രമേ സെമി സർക്കിളായിട്ട് എടുത്താൽ മതി. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എ സമം ഞാൻ വല സൈഡിൽ എഴുതിയിട്ടുണ്ട് πr², അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ π/4d², π/4d². ഇനി ഫുൾ സർക്കിളിൻ്റെ ഏരിയ ഇതാണെങ്കിൽ പകുതി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പകുതി എടുത്താൽ മതിയല്ലോ. സോ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പകുതി എടുത്താൽ മതി. സോ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കിളിൻ്റെ ഏരിയ എ സമം πr²/2 എന്നെടുക്കാം. നേരത്തെ ഫുൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? πr² ആണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ പകുതിയാണ്. സോ എന്തെങ്കിലും ഒരു സാധനത്തിന് ഇപ്പോൾ 10ൻ്റെ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10/2 ചെയ്യും. 20ൻ്റെ പകുതി ചെയ്ത് കഴിഞ്ഞാൽ 20/2 ചെയ്യും. അങ്ങനെയാണെങ്കിൽ πr²ൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ πr²/2 ചെയ്യും. അത്രയേ ഉള്ളൂ. ഇനി π/4d², അതിൻ്റെ പകുതി എടുക്കണമെങ്കിൽ π/4d²/2 ചെയ്യും. π/8² എന്ന് കിട്ടും കേട്ടോ. സോറി, π/8d², ഡയമീറ്റർ² എന്ന് കിട്ടും. സോ ഇത് രണ്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് πr², അല്ലെങ്കിൽ ഇത് ആറിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ πr² എന്ന ഫോർമുല ഉപയോഗിക്കാം. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ π/4d² എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇനി സെമി സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ ഫുൾ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി എടുത്താൽ മതി. πr²/2 ചെയ്യും, അല്ലെങ്കിൽ π/4ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ π/8d². ഇനി ഫോർമുലകൾ ഓരോ നോക്കാം. ഓപ്ഷൻ എ πr² വരത്തില്ല. 2πr എന്ന് പറഞ്ഞാൽ ഏരിയ ആയിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണ്. അത് പെരിമീറ്ററാണ്, അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ്. πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. πr എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് ഒരു ആൻസറും വരത്തില്ല, ഒരിടത്തും ഉള്ള കാര്യമല്ല. ഇനി πd²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൻസർ വരത്തില്ല. സോ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവർ തന്നിരിക്കുന്ന ആൻസർക്ക് ഈ പ്രകാരം ആൻസർ ഡി ആയിട്ടാണ് വരുന്നത്. അത് വരത്തില്ല. അതിൻ്റെ അകത്തുള്ള ആൻസറും തെറ്റാണ്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് തെറ്റായിട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിപ്പം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇതിലില്ല. സോ ഇതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ. ഞാൻ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു തരികയാണ്. സോ ഫൈനൽ എക്സാമിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരത്തില്ല, പേടിക്കണ്ട. സോ ഇതിൻ്റെ ആൻസറുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നിന്നപ്പോൾ തന്നെ 17 മിനിറ്റായി. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഹൂസ് ഡയമീറ്റർ ഈസ് 44 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസിൻ്റെ ഇരട്ടി. രണ്ട് റേഡിയസുകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഡയമീറ്റർ വരുന്നത്. അതായത് ഡയമീറ്റർ. സോ ശ്രദ്ധിക്കുക, രണ്ടും പഠിച്ചു വെച്ചേക്കുക. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഇരട്ടിയാണ്. അതാണ് ഞാൻ ആദ്യം d = 2r എന്ന് എഴുതിയത്. അതായത് ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 6 × 2 എത്ര വരും? 12 എന്ന് വരും. അതുപോലെ തന്നെ ഡയമീറ്റർ തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 20 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി എടുക്കണം. റേഡിയസ് തന്നിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇരട്ടി എടുക്കുക. ഞാൻ ഒന്നും കൂടെ പറയാം, ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. റേഡിയസ് തന്നതിന് ശേഷം ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്രയാണോ റേഡിയസ് വരുന്നത് അതിന് 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ഇരട്ടി എടുക്കുക. അതിനാണ് d = 2r എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഡയമീറ്റർ തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഡിവൈഡ് ചെയ്യുക, പകുതി എടുക്കുക. ഡയമീറ്റർ എത്രയാണോ തന്നേക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക. സോ ഇവിടെ ഡയമീറ്റർ എത്രയാണ്? 44 സെൻറ്റിമീറ്റർ തന്നേക്കുന്നത്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 സെൻറ്റിമീറ്റർ ആണ്. 44/2 ചെയ്ത് കഴിഞ്ഞാൽ 22 എന്ന് കിട്ടും. സോ കറക്റ്റ് ആൻസർ 22 സെൻറ്റിമീറ്റർ ആണ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ പുള്ളിങ് എ ലോഡ് ഓഫ് 400 kg ബൈ എ ഫോഴ്സ് ഓഫ് 40 kg? സോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ന്യൂ കണ്ടുപിടിക്കുക ഫോർ പുള്ളിങ് എ ലോഡ് ഓഫ് 400 kg. ഒരു ബോക്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ വെയിറ്റ് 400 kg ആണെന്ന് വിചാരിക്കുക. ആ ബോക്സ് ഒരു ഫ്ലോറിൻ്റെ പുറത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ആ ബോക്സ് ഇരിക്കുകയാണ്. ആ ബോക്സിൻ്റെ വെയിറ്റ് 400 ആണ്. ആ 400 kg നേരെ താഴോട്ട് അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുന്നത് ആരെ പുറത്താണ് അപ്ലൈ ചെയ്യുന്നത്? താഴെ ഇരിക്കുന്ന ഫ്ലോർ, തറ ഏതാണോ അതിൻ്റെ പുറത്താണ് അപ്ലൈ ചെയ്യുന്നത്. ആ തറ ഇതിനൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എടുക്കും. ന്യൂട്ടൻ്റെ 3rd ലോ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. തുല്യവും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള റിയാക്ഷൻ. സോ ഈ 400 kg നേരെ ഫ്ലോറിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യപ്പെടും. ആ ഫ്ലോർ തിരിച്ച് ഒരു നോർമൽ റിയാക്ഷൻ 6 കൊടുക്കും. അത് ഈ 400 kg തന്നെ തുല്യമായിരിക്കും. ഇനി നമ്മൾ ഇതിനെയാണ് വലിച്ചു നീക്കുന്നത്. എത്ര ഫോഴ്സിൽ? വലത്തോട്ട് ഞാൻ വലിച്ചു നീക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. 40 kg ഫോഴ്സിൽ വലിച്ചു നീക്കുകയാണ്.
സോ ഇതിൻ്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ എന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്രിക്ഷൻ്റെ അകത്ത് വരുന്ന ഒരേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല, ദയവ് ചെയ്ത് നിങ്ങളത് പഠിക്കുക, ദയവ് ചെയ്ത് അത് പഠിച്ചു വയ്ക്കുക. വേറെ ഒന്നുമില്ല, ഒരേ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടുള്ളത്. അത് എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് സമം, ഇത്രയും പഠിക്കാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് സമം ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, ഇൻറ്റു ആർ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് സമം ന്യൂ ഇൻറ്റു ആർ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് സമം ന്യൂ ഇൻറ്റു ആർ ആണ്. എഫ് സമം ന്യൂ ഇൻറ്റു ആർ. ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അത് പഠിക്കാനില്ല. ഇതോടെ തീർന്നു, ഈ ക്വസ്റ്റ്യൻ തന്നെ തീർന്നു. ഇതിപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക. സോ എഫ് സമം ന്യൂ ഇൻറ്റു ആർ, അതാണ് നമുക്ക് വരുന്നത് ഇവിടെ. സോ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത് നോക്കുക. എഫ് തന്നിട്ടുണ്ട് 40 കിലോഗ്രാം ആണെന്ന്, ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫോഴ്സ് ഓഫ് 40 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഇനി മാസ് ലോഡ് തന്നിട്ടുണ്ട് 400 കിലോഗ്രാം. അതിൽ നിന്ന് നോർമൽ റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും, 400 കിലോഗ്രാം ആയിരിക്കും. സോ ഇനി ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ ഈ ഫോർമുലയിൽ നോക്കുമ്പോൾ ന്യൂ എഫ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ആർ ആണ്. ഇൻറ്റു ആറ് ഇടത് സൈഡിലോട്ട് വരുമ്പോൾ എഫ് ബൈ ആർ ആവും. ന്യൂവിൻ്റെ കൂടെ ആറ് നോർമൽ റിയാക്ഷൻ ഇൻറ്റു ചെയ്തേക്കാണ്, അത് ഇപ്പുറ സൈഡ് വരുമ്പോൾ ഡിവിഷൻ ആവും. നോക്കാം. സോ ഞാനിവിടെ താഴെ ചെയ്തിട്ടുണ്ട്. ന്യൂ ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന് വരും. ന്യൂവിൻ്റെ കൂടെ ആറ് മൾട്ടിപ്ലൈ ചെയ്തേക്കായിരുന്നു, അത് ഇടത് സൈഡിൽ വരുമ്പോൾ എഫ് ബൈ ആർ ആവും. 40/400 0.1 എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ സി അതാണ് കറക്റ്റ് ആൻസർ. അത് തന്നെയാണ് ഇവിടെ ഓപ്ഷൻ ആൻസർ ആയിട്ട് തന്നേക്കുന്നത്, ഓപ്ഷൻ സി ആണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ഫോർമുല മാത്രമേ പഠിക്കാനുള്ള കേട്ടോ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് സമം ന്യൂ ഇൻറ്റു ആർ. എഫ് സമം ന്യൂ ഇൻറ്റു ആർ. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനാണ്, ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്, ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷനാണ്. ഈ നോർമൽ റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ മിക്കവാറും തന്നേക്കും. ആ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും മാസ് ഓഫ് 50 കിലോഗ്രാം എന്നോ 100 കിലോഗ്രാം എന്നോ എന്തെങ്കിലും മാസം എന്ന് പറഞ്ഞ് തന്നേക്കും, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് തന്നേക്കും, അല്ലെങ്കിൽ ലോഡെന്ന് പറഞ്ഞ് തന്നേക്കും. ഇതെല്ലാം എന്തായിരിക്കും, നോർമൽ റിയാക്ഷൻ ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കോണിക്കൽ ഓബ്ജക്റ്റ്. ഇതും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. ഈ കോണിക്കൽ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കും കേട്ടോ. ഇത് 3D ആണ് സാധനം. ഇത് റെക്റ്റാങ്കുലർ പിരമിഡാണ്. ഓക്കെ, ഇത് റെക്റ്റാങ്കുലർ പിരമിഡാണ്. സംശയമുള്ള റെക്റ്റാങ്കുലർ പിരമിഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കറക്റ്റായിട്ടുള്ള സാധനം കിട്ടും. ഞാൻ വരച്ച് കൊളാക്കി വെച്ചേക്കാണ്. റെക്റ്റാങ്കുലർ പിരമിഡാണ്. ഈ റെക്റ്റാങ്കുലർ പിരമിഡ് ഹൈറ്റും കൂടെ അറിയാമെങ്കിൽ മാത്രമേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റെക്റ്റാങ്കുലർ പിരമിഡിൻ്റെ എന്തറിയണമെങ്കിൽ ഹൈറ്റും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ല, ഒറ്റപ്പാട്. ഇതിൻ്റെ ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് വ്യൂ കാണുമെന്ന് മാത്രമേ ഇവർ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ഹൈറ്റും കൂടെ വേണം. ഹൈറ്റ് വരുന്ന പടവും കൂടെ നമുക്ക് തരേണ്ടതായിരുന്നു. സോ അത് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ലോസ് പെർസെൻറ്റേജ്. ആദ്യം തന്നെ എനിക്ക് പറയേണ്ടത് ഈ ലോസ് പെർസെൻറ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എന്താ വരുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചോദിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ ഓക്കെ, ഇത് നമ്മുടെ ഫോർമുലയാണ് കേട്ടോ, ഡയറക്റ്റ് ഫോർമുലയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുലയാണ്, നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചാപ്റ്ററിൻ്റെ അത് പഠിച്ചിട്ടുണ്ട്. സോ രണ്ടെണ്ണം എഴുതാൻ പറ്റും. ആദ്യത്തേത് സെല്ലിംഗ് പ്രൈസ് SP സമം 100 മൈനസ് ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, മൈനസ് ചെയ്യണം. 100 മൈനസ് ലോസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. ഇതാണ് ഓപ്ഷൻ സി ആയിട്ട് കിടക്കുന്നത്, സോറി ഓപ്ഷൻ ഡി ആയിട്ട് കിടക്കുന്നത്. 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. ഈ ഫോർമുല കറക്റ്റാണ് ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ഇനി അതുപോലെ തന്നെ CP സമം കോസ്റ്റ് പ്രൈസാണ് വരുന്നതെങ്കിൽ CP സമം 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് ഇൻറ്റു SP. ഈ ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത്തെ ഫോർമുല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് CP കണ്ടുപിടിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഫോർമുല കിട്ടുന്നത്. സോ CP സമം ഡിവൈഡ് ചെയ്തേക്കുന്ന 100 ഇപ്പുറത്ത് വരുമ്പം ന്യൂമറേറ്ററിൽ വരും. തലതിരിച്ച് കിടക്കുക. ആദ്യത്തെ ഫോർമുലയിൽ സെല്ലിംഗ് പ്രൈസ് സമം 100 മൈനസ് ലോസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP.
രണ്ടാമത്തെ ഫോർമുലയിൽ 100 മൈനസ് 100 തലതിരിഞ്ഞ് വരും. അതിന് പകരമായിട്ട് സി പിയും എസ് പിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ആൻസർ ഓപ്ഷൻ എ എന്നും പറയാം, ഓപ്ഷൻ ഡി എന്നും കറക്റ്റ് ആൻസർ തന്നെയാണ്. കാരണം ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ലോസ് പെർസെൻറ്റേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ചോദ്യവും ചെറിയ പ്രശ്നമാണ്. ഒന്നുകിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചോദിക്കാം ലോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചോദിക്കാം. അങ്ങനെയാണ് കറക്റ്റായിട്ട് ചോദ്യം വരേണ്ടത്. ഈ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നതിന് ചെറിയ കുഴപ്പമുണ്ട്. സോ എന്നാലും ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫോർമുലയും വരാൻ കേട്ടോ. ലോസ് പെർസെൻറ്റേജായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് ഫോർമുലയും നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് തന്നെ എടുക്കാം. സോ അതാണ് കാര്യം. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് വിത്ത്, ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ചാപ്റ്ററിൻ്റെ അകത്തുണ്ട്. സോ അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല ഇത് ആദ്യത്തെ ഫോർമുല ആയിരിക്കും. എസ് പി സമം എന്താണ് 100 മൈനസ് ലോസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു സി പി. ആ ഫോർമുലയിൽ നിന്നാണ് രണ്ടാമത്തെ ഫോർമുല ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ ഫോർമുലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് രണ്ടാമത്തെ ഫോർമുല. അതിനെ അപ്പുറത്തിപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ, ഇക്വേഷൻ അപ്പുറത്തിപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ. സോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് വിത്ത് എ റിംഗ് ഓയിലർ ടു സ്പ്ലാഷ് ട്യൂബ് ഓയിൽ കണ്ടിന്യൂസ്ലി അറൗണ്ട് ദ പാർട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലാഷ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സി ആണെന്ത്, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ലൂബ്രിക്കേഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാറുണ്ട്. അത് പറഞ്ഞുതരാം. ഓക്കെ, അത് അടുത്തൊരു ക്ലാസ് ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ കോൺ? സോ ഇവിടെ കോൺ ഉണ്ട്, ബേസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ. നേരത്തെ രണ്ട് ക്വസ്റ്റ്യനിൽ എന്തോ കോണിക്കൽ ഷേപ്പ് പോലെ സാധനം വന്നിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചോദിച്ചായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ. അവിടെ ഹൈറ്റ് തന്നിട്ടില്ലായിരുന്നു. ഇവിടെ നോട്ടീസ് ചെയ്യുക, ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. കോണിക്കൽ ഷേപ്പിൻ്റെ ഹൈറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എവിടെയായിരിക്കും? അതിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് ഫോർമുല. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചാപ്റ്റർ നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. അവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും ആ ക്ലാസ് കാണാനുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 3 ക്ലാസ് കാണുക. അവസാനത്തെ ക്ലാസ് അവോയ്ഡ് ചെയ്താൽ പോലും കുഴപ്പമില്ല. ആദ്യത്തെ 3 ക്ലാസ് കാണുക. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. സോ ഇവിടെ ഹൈറ്റ് എത്രയാണ്? 50 ആണ്. 50 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, 12.5 പി എന്ന് കിട്ടും. 50 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, 12.5. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ നീളത്തിൻ്റെ പകുതിയിലും വീതിയുടെ പകുതിയിലും ആയിരിക്കും. റെക്റ്റാങ്കിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീളത്തിൻ്റെ പകുതി എടുക്കുക, വീതിയുടെ പകുതി എടുക്കുക. അതുപോലെ തന്നെ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ ഡിവൈഡ് ബൈ 3 ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഹൈറ്റിൻ്റെ 3 ചെയ്യുക, ബേസിൻ്റെ 3 ചെയ്യുക, ഡിവൈഡ് ബൈ 3 ചെയ്യുക. ഇവിടെ എന്ന് വെച്ചാൽ കോണാണ്. സോ ഹൈറ്റ് ഡിവൈഡ് ബൈ 4. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഹൂസ് സ്ക്വയർ സൈസ് ഈസ് 300 mm. ഞാനിത് ചെയ്ത് നോക്കി റഫായിട്ട്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന മുമ്പേ ഞാൻ ചെയ്ത് നോക്കി. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫിഗർ നോക്കുക, ABCD. സോ ആ ഫിഗറിൻ്റെ അകത്ത് ഒരു സെമി സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 50 mm എന്നാണ് എൻ്റെ റേഡിയസ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 50 mm ആണ്. സോ ഇതായിരിക്കുമല്ലോ സെൻറ്റർ. ഞാനിവിടെ റെഡ് പോയിൻ്റ് ഇട്ട് കാണിച്ചത്. ഈ മേളിലോട്ട് 50 mm ആണെങ്കിൽ താഴോട്ട് എന്തായിരിക്കും? 50 mm ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 50 mm ആയിരിക്കും. സോ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എത്ര വരും? 100 വരും. ആ 50 വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ ഈ സൈഡ് എന്ത് വരും? 50 വരും. കാരണം അത് പാരലാണ്. സോ ഇവിടെ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഈ റെക്റ്റാങ്കിൾ കണ്ട, ആ റെക്റ്റാങ്കിളാണ് വലിയ ഫിഗർ. ആ വലിയ ഫിഗറിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 100 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 50 ചെയ്താൽ മതി. അപ്പം വലിയ ഫിഗറിൻ്റെ ഏരിയ കിട്ടും. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫിഗർ ഏതാണ്? സെമി സർക്കിളാണ്. അതിൻ്റെ ഏരിയ കുറച്ചാൽ മതിയാവും. സോ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കോളും. അവിടെ വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ കുറച്ചാൽ മതി. അപ്പോൾ ഈ ബാക്കിയുള്ള ഏരിയയുടെ
ബാക്കിയുള്ള ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ എന്ത് ചെയ്തോളും, കിട്ടിക്കോളും. അല്ലെങ്കിൽ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ആദ്യം. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നിരിക്കും. ഇവിടെ ഇത് പ്രശ്നമാണ്. ഇത് ഞാൻ ചെയ്ത് നോക്കി, കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കുക. ഇവിടെ 100 × 50 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ അകത്താണ് എന്ത് വരുന്നത്, ഈ സെമി സർക്കിൾ വരുന്നത്. സോ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏരിയ കിട്ടുന്നതാണ്. സോ അത് നമുക്ക് ഇവിടെ ഇപ്പം ചെയ്താൽ ആൻസർ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനത് വിടുകയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇഫ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് തീറ്റ? കറക്റ്റായിട്ട് ആൻസർ ടാൻ തീറ്റയാണ്, വേറെ ഒന്നുമില്ല. ന്യൂ ഈക്വൽ ടു ടാൻ തീറ്റ. ഇത് പഠിച്ചു വെച്ചോളാം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ന്യൂ ഈക്വൽ ടു ടാൻ തീറ്റ. ഇത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ആകെപ്പാടെയുള്ള 2-3 ഫോർമുലകളേ ഉള്ളൂ. അതിൽ ഒരെണ്ണമാണ് ന്യൂ ഈക്വൽ ടു ടാൻ തീറ്റ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F ഈക്വൽ ടു ന്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ, നമ്മൾ നേരത്തെ ചെയ്തത്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ A⁻m × A⁻n? ഞാൻ ആദ്യത്തിൽ പറഞ്ഞായിരുന്നു A⁻m + n. A⁻m × A⁻n ചെയ്യുന്നതിന് പകരം A⁻2 × A⁻3 ചെയ്യുന്നതിന് പകരം A⁻2 + 3 ചെയ്താൽ മതി. A⁻5 എന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ A⁻m × A⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A⁻m + n. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A⁻m / A⁻n ആണെങ്കിൽ A⁻m - n. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ A⁻m⁴n എന്ന് പറഞ്ഞാൽ A⁻m × n. അതാണ് അടുത്ത ഓപ്ഷനിൽ കിടക്കുന്നത്. ഓക്കെ, സോ അതാണ് എൻ്റെ ആൻസർ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ഓഫ് മാസ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതെല്ലാം ഒരൊറ്റ ഫോർമുലയുള്ളൂടെ. ഞാൻ അത് ആദ്യം ആ ഫോർമുല എഴുതാം. ഒറ്റ ഫോർമുലയേ ഉള്ളൂ. F ഈക്വൽ ടു എന്താണ്, ന്യൂ ഇൻറ്റു R. അത്രയേ ഉള്ളൂ ഫോർമുല. അതിൻ്റെ അകത്ത് ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ, F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മാസ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നേക്കും, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നേക്കും, അല്ലെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നേക്കും. സോ ഇവിടെ നമുക്ക് നോക്കാം. ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ഓഫ് മാസ് 1000 കിലോഗ്രാം. ആ മാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, നോർമൽ റിയാക്ഷൻ ആയിരിക്കും. റണ്ണിങ് ഓൺ എ റോഡ് വിത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ഈസ് 0.4. ഇവിടെ ന്യൂ തന്നിട്ടുണ്ട്. സോ വേറെ ഒന്നുമില്ല, ഈ ഫോർമുലയിൽ ചുമ്മാ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. സോ ന്യൂ തന്നിട്ടുണ്ട് 0.4 × 1000. 0.4 × 1000, അതായത് 400 കിലോഗ്രാം എന്ന് പറയും. വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഒറ്റ ഫോർമുലയേ ഉള്ളൂ. 0.4 ആപ്പടെ 3 വാല്യൂസ് ഉണ്ട്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒന്നുകിൽ ഇതിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ട് നോർമൽ റിയാക്ഷൻ തന്നിട്ട് ന്യൂ കണ്ടുപിടിക്കാൻ പറയും, നേരത്തെ കണക്ക്. അല്ലെങ്കിൽ ഇപ്പം ന്യൂവും ഇത് നോർമൽ റിയാക്ഷൻ തന്നിട്ട് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. 2 കണക്ക് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അടുത്ത്, ഹൂ പ്രിപ്പയർസ് ദ കോസ്റ്റ് ഓഫ് എസ്റ്റിമേഷൻ? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ. ഇത്രയും കുഞ്ഞു ഫോർമുല പഠിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ചെറിയ ഫോർമുല പഠിക്കാൻ പറ്റിയിരിക്കണം എല്ലാവർക്കും. സോ ഹൂ പ്രിപ്പയർസ് ദ കോസ്റ്റ് ഓഫ് എസ്റ്റിമേഷൻ? അതിൽ ഓപ്പറേറ്റർ ഉണ്ട്, ക്വാളിറ്റി ഇൻസ്പെക്ടർ ഉണ്ട്, എസ്റ്റിമേറ്റർ ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ആൻസർ, ഞാൻ നിങ്ങളുടെ ആൻസറുകൾ നോക്കിയായിരുന്നു. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ആൻസർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ്സ്മാനാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുക എന്നതാണ്. അതായത് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ ജോലി. എസ്റ്റിമേഷൻ ചെയ്യുന്നത് ഓപ്ഷൻ C ആയിട്ടുള്ള എസ്റ്റിമേറ്ററാണ്. ശ്രദ്ധിക്കുക, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിനകത്ത് നിങ്ങൾ എസ്റ്റിമേഷൻ പഠിക്കുന്നുവെങ്കിലും നിങ്ങളുടെ മെയിനായിട്ടുള്ള ജോലി അതല്ല. നിങ്ങളുടെ മെയിനായിട്ടുള്ള ജോലി, ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുക, ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക എന്നാണ്. എസ്റ്റിമേറ്ററാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് ഇപ്പം ഒരു പേന ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ പേന നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ പേനയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളാണെന്ത്, ക്വാളിറ്റി ഇൻസ്പെക്ടർ. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനാണ് എന്ത് പറയുക, ഓപ്പറേറ്റർ എന്ന് പറയുക. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 11x + 4 = 37? സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 11x + 4 = 37? സോ ഇതാണ് നിൻ്റെ ക്വസ്റ്റ്യൻ. 11x + 4 = 37 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് എക്സ് മാത്രമേ ഉള്ളൂ അറിഞ്ഞൂടാത്തുള്ളൂ, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഒരു ഇക്വേഷനും ഒരു അൺനോണും വന്നു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം.
സോ ആദ്യം ചെയ്യേണ്ട എക്സ് എവിടെ കിടക്കുന്നത് നോക്കുക. ഇക്വേഷൻ്റെ സമത്തിൻ്റെ ഇടത് ഭാഗത്താണോ വലത് ഭാഗത്താണോ? ഇക്വേഷൻ്റെ ഇടത് ഭാഗത്താണ് കിടക്കുന്നത്. സോ അവിടെ എക്സിനെ ഒറ്റപ്പെടുത്തുക എന്നാണ് ആദ്യത്തെ ലക്ഷ്യം. സോ എക്സിൻ്റെ കൂടെ എന്തൊക്കെയുള്ളത്? ഒരു 11 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, +4 ഉണ്ട്. ആ +4ന് ആദ്യം വലത് സൈഡിലോട്ട് കൊണ്ടുപോകുക. +4 വലത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും നമുക്കറിയാം, മൈനസ് ആവും. സോ ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. സോ 11x + 4 = 37 ഉണ്ടായിരുന്നു. +4 അപ്പുറത്ത് പോയപ്പോൾ 37 ഓൾറെഡി വല സൈഡിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ +4 ചെന്ന് ചേരുന്ന +4 എന്താവും, -4 ആവും. മേളത്തെ ലൈനിൽ +4 ആയിരുന്നത് വല സൈഡിൽ പോയപ്പം -4 ആയത് കണ്ടോ. ഇനി ഇട സൈഡിൽ നിന്നാണ് ഇത് പോയത്. ഇനി ഇട സൈഡിൽ 11x മാത്രമേ ഉള്ളൂ. 37ൽ നിന്ന് 4 കുറച്ചാൽ 33 എന്ന് കിട്ടും. സോ ഇനി അടുത്ത് 11 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു ചെയ്തേക്കുന്ന 11 വല സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ആവും. എക്സിൻ്റെ കൂടെ കിടന്ന 11ഉം കൂടെ വല സൈഡിലോട്ട് പോകുമ്പോൾ പിന്നെ എന്തുണ്ടാവും, എക്സിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല, എലോൺ ആയിരിക്കും. എക്സ് എന്തായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. സോ നമുക്ക് എക്സിൻ്റെ വില കിട്ടും. 33/11 എന്ന് പറഞ്ഞാൽ എന്താണ്, 3. ആൻസർ എന്താ വരിക, 3. അതാണ് നമ്മുടെ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് 7046.5 സെൻറ്റിമീറ്റർ. ഇത് ഭയങ്കര എളുപ്പമാണ്. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ആകപ്പെടെ 2 ഫോർമുലയെ പഠിക്കാവുള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ πr², അതുപോലെ തന്നെ ഇത് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2πr. ഏരിയ എ സമം 706.5 cm². ഏരിയ എ സമം 706.5 cm² ആണ്. എ സമം πr². നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, ഇവിടെ പറഞ്ഞേക്കുന്നത് 706.5 cm² ആണ്. നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, എന്താണ്, πr². സോ ഈ πr² ആയിരിക്കും എന്ത്, 706.5. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr² ആണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. സോ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം, 706.5 ഇവിടെ ഏരിയ തന്നിരിക്കുന്നത് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ഏരിയ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 706.5 cm² ആണ്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ രണ്ട് സർക്കിളിൻ്റെ ഏരിയ ആണ്. സോ ഇത് തുല്യമായിരിക്കും. ഓക്കെ, ഇടത് സൈഡുകൾ ഏരിയയും ഇടത് സൈഡുകൾ തുല്യമായിട്ട് വലത് സൈഡുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അതായത് πr² സമയം എന്ത് വരും, 706.5. πr² സമയം എന്ത് വരും, 706.5 എന്ന് വരും. ഇതിൽ നിന്ന് റേഡിയസ് ആദ്യം കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി റേഡിയസ് r² സമയം എന്തെന്ന് കിട്ടും, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് റേഡിയസിൻ്റെ സ്ക്വയർ πr² സമയം 706.5 എന്ന് കിട്ടും, കാരണം ഏരിയ ആണ്. r² സമയം എന്തെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ പൈ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന പൈ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അതിൽ നിന്ന് r² അറിയാമെങ്കിൽ r കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് എടുക്കുക. സോ റേഡിയസ് നമുക്കൊരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ റേഡിയസ് അറിയാമെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറേ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ഫോർമുലയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഡയമീറ്റർ സമം 2r, അല്ലെങ്കിൽ റേഡിയസ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഡയമീറ്റർ കിട്ടും. അതിൻ്റെ ആൻസർ എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് റേഡിയസ് 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ ഈ 706.5 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു റൂട്ട് പൈയുടെ ചെയ്തതിന് ശേഷം 706.5 ഡിവൈഡ് ബൈ പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അത് ചെയ്തതിന് ശേഷം റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് റേഡിയസ് ആണ്. അതിൻ്റെ ഇരട്ടി എടുത്തോണം അവസാനം. 15 × 2 എത്ര വരും, 30 എന്ന് ആൻസർ വരും. അടുത്ത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക്ലെറ്റ് ദ റേറ്റ്സ് ഓഫ് വേരിയസ് ടേംസ് ആർ ഇൻഡിക്കേറ്റഡ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ് തിങ്കളാഴ്ച തന്നെ ഇതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പോഴേ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് അറിഞ്ഞ് വെച്ചേക്കുക, പ്രൈസ് കാറ്റലോഗ്. വിലകളൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു ബുക്ക്ലെറ്റാണ്. അടുത്ത്, വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് SP. SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട് കേട്ടോ, ഇതൊന്ന് ഞാൻ എഴുതിത്തരാം. സോ ഞാൻ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസാണ്. CP ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് പ്രൈസാണ്. MP ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസാണ്. MRP ആണെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ത് വരും, സെല്ലിംഗ് പ്രൈസാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് A³ + B³. ഈ ഫോർമുല ഒന്ന് കറക്റ്റായിട്ട് പഠിച്ച് വെച്ചേക്കണം. 2 ഫോർമുല ഉണ്ട്, 2 എണ്ണം ഞാൻ പറഞ്ഞുതരാം, തെറ്റിപ്പോകാതിരിക്കാൻ ഒരു കോഡും പറഞ്ഞുതരാം. ഇവിടെ 2 ഫോർമുല ഉണ്ട്. A³ + B³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B × A² + B² - AB.
എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഇവിടെ ഈ സൈനുകളൊന്ന് നോക്കിക്കോളാം. ഞാൻ ആദ്യത്തെ ഫോർമുല വരച്ചേക്കുന്നുണ്ടോ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ ആദ്യത്തെ സൈൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. എ പ്ലസ് ബി ആയിരിക്കും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ എ പ്ലസ് ബി ആയിരിക്കും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ എ മൈനസ് ബി ആയിരിക്കും. അവസാനത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ആദ്യത്തെ സൈൻ സെയിം ആയിരിക്കും, അവസാനത്തെ സൈൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അവസാനത്തെ സൈൻ എന്തായിരിക്കും? ആദ്യത്തെ പ്ലസ് ആണെങ്കിൽ അവസാനത്തെ മൈനസ് ആയിരിക്കും. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇതിൻ്റെ അത് ഓപ്ഷൻ ഉണ്ട്, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇഫ് സർക്കംഫറൻസ് ഈസ് 31.4 സെൻറ്റിമീറ്റർ സ്ക്വയർ? ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. രണ്ട് ഫോർമുലയെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അത് ദയവ് ചെയ്ത് പഠിക്കുക. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ആണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr ആണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സർക്കംഫറൻസ് സി സമം 2πr. ഈ സർക്കംഫറൻസ് ആണ് എത്രയും തന്നിട്ടുള്ളത്? സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2πr. ഈ 2πr ആണ് 31.4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് 2πr എന്തിന് തുല്യമായിരിക്കും? 31.4 തുല്യമായിരിക്കും. അവിടെ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ 2π ഇൻറ്റു ആർ സമം 31.4 എന്ന് വരും. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ 31.4 ഡിവൈഡഡ് ബൈ 2π. 31.4 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2π എന്ന് വരും. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ 31.4 ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. സോ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. 31.4 ആദ്യം 2 ഇൻറ്റു 2π ചെയ്തിട്ട് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, 2 ഇൻറ്റു 2π ചെയ്യുമ്പം 3.14 പൈയുടെ വില എത്രയാണ്? 3.14 അത് ഞാൻ ഇവിടെ എഴുതിത്തരാം. പൈയുടെ വില 3.14 അല്ലെങ്കിൽ 22/7 ചെയ്യാം. സോ ഈ കണക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 ഇൻറ്റു 3.14 ചെയ്യുക. അപ്പം 6.28 എന്ന് കിട്ടും. ഇനി 31.4 ഡിവൈഡ് ബൈ 6.28 കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 31.4 ഡിവൈഡ് ബൈ 6.828 കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അത് റേഡിയസ് ആണ്. അതെന്താണ്? റേഡിയസ് ആണ്. ഞാൻ നേരത്തെ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. റേഡിയസ് ആണ് കിട്ടുക. ഇവിടെ റേഡിയസ് ആണ് ഇവിടെ ആൻസർ കിട്ടുക. എപ്പോഴായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അതായത് ഇവിടെ റേഡിയസ് 5 ആണ് കിട്ടിയത്. അതിൻ്റെ ഇരട്ടി എത്രയാണ്? 5 ഇൻറ്റു 2 10. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയമീറ്റർ വന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എടുത്താൽ മതി. അതുപോലെ തന്നെ റേഡിയസ് വന്നിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി എടുക്കുക. സോ അതാണ് അതിൻ്റെ ആൻസർ വരിക. എന്ത് വരും? 10 വരും. ഇവിടെ റേഡിയസ് 5 ആണ്. സോ ഡയമീറ്റർ സമം 5 ഇൻറ്റു 2 10. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഇറഗുലർ സർഫേസ്? ഇവിടെ ഇറഗുലർ സർഫേസിൻ്റെ പടമൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഒരു പിടുത്തമില്ല സംഭവം. ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പം പടവും കാണാനില്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ്റെ അകത്ത് പടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ ആൻസർ ഒരു സെപ്പറേറ്റ് ഇതാക്കി ചെയ്തു തരാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? ഓക്കെ, ഷെയ്ഡഡ് പോർഷൻ ഒന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഷെയ്ഡഡ് പോർഷൻ equilateral triangle side is 6 centimeter and circle radius is 1.5 centimeter. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് ഈസ് 6 centimeter. ഓക്കെ, ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് വേറൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലാത്ത എന്തോ ഫിഗറാണ്. എന്നിട്ട് റേഡിയസ് സർക്കിൾ ഓഫ് റേഡിയസ് 1.5 എന്നിട്ട് ഫിഗറിലുള്ള റേഡിയസ് 20 സെൻറ്റിമീറ്റർ 20 mm. ഈ ക്വസ്റ്റ്യനും പോയി. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിവർത്തിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് തന്നിട്ടില്ല, ഒന്ന് ചെയ്യേണ്ട ഒരു സംഭവം തന്നിട്ടില്ല.
പടം തന്നിട്ടില്ല, പടമൊന്നും കറക്റ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a⁵ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു, ദയവ് ചെയ്ത് ഇത് ശ്രദ്ധിക്കുക. സോ a⁵m, ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ a⁵m⁴n, ഒരു പവറിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ a⁵m⁴n സമം a⁵m × n, a⁵m⁴n സമം a⁵m × n. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. a⁵5⁷ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ a⁵m-ൻ്റെ സ്ഥാനത്ത് a⁵5 വരുന്നത്. ആൻസർ എന്തായിരിക്കും? a⁵m⁴n എന്ന് പറഞ്ഞാൽ a⁵m × n, m-നെ n-നെ ഗുണിക്കുക. a⁵5 × a⁵7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-നെ 7-നെ ഗുണിക്കുക. 35. 7 × 5 × 7 എത്ര വരും? 35. നമ്മുടെ ആൻസർ എത്ര വരും? 35, a⁵35. ഇതും കറക്റ്റായിട്ടൊന്നുമല്ല ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവന്മാർ ക്വസ്റ്റ്യൻ വലിയ പ്രശ്നമാണ്. ഓപ്ഷൻ എ ആണ് 35. ഇനി വാട്ട് ഈസ് ഇലാസ്റ്റിക് മെറ്റീരിയൽ? ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേ, ഇപ്പോൾ റബ്ബർ ബാൻഡിനെ നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ്, റബ്ബർ ബാൻഡിൻ്റെ ഒരു സ്വാഭാവിക അവസ്ഥയുണ്ടല്ലോ, അതിൽ നിങ്ങൾ അതിനെ വലിച്ച് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഫോഴ്സ് അതിൻ്റെ പുറത്തുനിന്ന് മാറ്റുന്നത്, ആ സമയത്ത് അത് പഴയ അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെത്താനെ പഴയ അവസ്ഥയിലോട്ട് വന്ന് ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഇതിലിപ്പം നൈലോൺ ഉണ്ട്, പോളിസ്റ്റിറോൺ ഉണ്ട്, സെല്ലുലോയിഡ് ഉണ്ട്, പോളികാർബണേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം സെല്ലുലോയിഡ്, പോളിസ്റ്ററും പോളിസ്റ്ററൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സെല്ലുലോയിഡ്, പോളികാർബണേറ്റ് ഇതൊന്നും വരത്തില്ല, നൈലോണാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയിന്റ് P ഡിനോട്ട്സ് ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്? ഇതിൽ പടം കൊടുത്തിട്ടില്ല, പക്ഷേ ഞാൻ പടം വരച്ചു തരാം, എനിക്ക് പടം കാണാതെ അറിയാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചതാണ്, സ്ട്രെസ് സ്ട്രെയിൻ ചാപ്റ്ററിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പഠിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ അതൊന്നെടുത്ത് നോക്കിയേ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ഫിഗറുകൾ നോക്കാം. ആദ്യത്തേത് എ ആണ് വരുന്നത്, ABCD. ഞാൻ കൂടുതൽ ചിലപ്പോൾ മറ്റിടത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ഓർമ്മയില്ല. അവിടെ ചിലപ്പോൾ അപ്പർ ഈൽഡ് പോയിൻറ്റും ലോവർ ഈൽഡ് പോയിൻറ്റും വരും, കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. സോ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി നോക്കാം. സോ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ്. ആ എയിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ആ പോയിന്റ് വരെ പ്രൊപ്പോർഷണലായിരിക്കും, നേരെ അനുപാതത്തിലായിരിക്കും. അടുത്ത ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ്. അതാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഇലാസ്റ്റിക് ലിമിറ്റാണ്. ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഈ ഇലാസ്റ്റിക് ലിമിറ്റ് ഒരു വസ്തുവിന് ഇലാസ്തികത ഉണ്ടാവും. അതായത് അതുവരെ നിങ്ങൾ അതിൻ്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥ തിരിച്ചെടുക്കും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ സി വരും, അത് ഈൽഡ് പോയിൻ്റാണ്. അടുത്ത് ഡി വരും. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. അതാണ് ഒരു വസ്തുവിന് സഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രെസ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പോയിൻ്റാണ്, അവിടെ വെച്ച് വസ്തു പൊട്ടിപ്പോവും. സോ ഇത്രയൊക്കെ ഉള്ളൂ ആൻസറുകൾ വരുന്നത്. ഓക്കെ, കഴിയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻ പോയിട്ട് ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ് കറക്റ്റായിട്ട് തരാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.